ഈ വിന്റർ സീസണിൽ നമ്മുടെ സ്കിന്ന് കെയർ ചെയ്യും പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഹെയർ കെയർ ചെയ്യുന്നതും. കാരണം ഒരുപാട് ഹെയർ പ്രോബ്ലംസ് ഈ ഒരു സീസണിൽ നമുക്കുണ്ടാകും. നമ്മുടെ ലിപ്പ് ഡ്രൈ ആയിട്ട് പൊട്ടുന്നത്, ചില സമയത്ത് പൊട്ടി ചിലപ്പോൾ ബ്ലഡ് ഒക്കെ വരാനുള്ള ചാൻസുകളുണ്ട്. അങ്ങനെ വല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടർ തരുന്ന മെഡിസിൻസ് യൂസ് ചെയ്യാം. ചെറിയ രീതിയിൽ ഷുഗർ എടുത്തിട്ട് നമ്മുടെ ലിപ്പിന് ചുറ്റും ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. പക്ഷെ അത് ചെറുതായിട്ടേ ചെയ്യാവുള്ളൂ. നല്ലപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ബ്ലഡ് ഒക്കെ വരും. അപ്പോൾ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നമ്മുടെ കാൽപാദം കുറച്ച് നേരം ഒന്ന് മുക്കി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഒലീവ് ഓയിലും നാരങ്ങാനീരും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ കാൽപാദത്തിന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീസൺ ഏതാണെന്ന് ചോദിച്ചാൽ മെജോറിറ്റി ആൾക്കാരും പറയുന്നത് വിന്റർ സീസൺ ആണെന്ന്. കാരണം നവംബർ തൊട്ട് ജനുവരി വരെയുള്ള ആ ഒരു തണുപ്പും പിന്നെ ഒരു വെക്കേഷൻ മോഡും ഒക്കെ ഉള്ളതുകൊണ്ട് മിക്ക ആൾക്കാർക്കും ഇഷ്ടം ഈ വിന്റർ സീസണാണ്. പക്ഷേ ഈ വിന്റർ സീസണിലാണ് നമുക്കൊക്കെ സ്കിന്നിന് കൂടുതൽ പ്രോബ്ലംസ് വരുന്നതും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിന്റർ സീസണിൽ എങ്ങനെ നമ്മുടെ സ്കിന്നിനെ ടേക്ക് കെയർ ചെയ്യാമെന്നാണ്. ഈ വിന്റർ സീസണിൽ നമ്മുടെ ബോഡിയിലെ ജലാംശം നഷ്ടപ്പെടുന്നതുകൊണ്ട് നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. അത് നമ്മുടെ ഫേസ്, പിന്നെ അതുപോലെ ലിപ്പ്, കാൽപാദം, ഇതൊക്കെ വിണ്ട് കീറാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ സമയത്ത് കുറച്ചും കൂടെ ഒരു കൂടുതൽ കെയർ നമ്മുടെ സ്കിന്നിന് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇപ്പം നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവുന്ന ഒരു അവസ്ഥയുണ്ടാവും. നമ്മൾ കഴിവതും സോപ്പ് ഉപയോഗിച്ച് കുളിക്കാതിരിക്കുക. കാരണം വിന്റർ സീസൺ ആയതുകൊണ്ട് നമ്മൾ സോപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് കുറച്ചും കൂടെ മോയ്സ്ചറൈസർ ആയിട്ടുള്ള ബോഡി വാഷുകൾ ഉപയോഗിക്കുക. പിന്നെ വേറൊരു പ്രോബ്ലമാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്, നമ്മുടെ ലിപ്പ് ഡ്രൈ ആയിട്ട് പൊട്ടുന്നത്. ചില സമയത്ത് പൊട്ടി ചിലപ്പോൾ ബ്ലഡ് ഒക്കെ വരാനുള്ള ചാൻസുകളുണ്ട്. അങ്ങനെ വല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടർ തരുന്ന മെഡിസിൻസ് യൂസ് ചെയ്യാം. അതല്ല നമുക്ക് തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണെങ്കിൽ വീട്ടിലുള്ള ഹണി യൂസ് ചെയ്തിട്ട് നമ്മുടെ ലിപ്പിൽ നന്നായി ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ അലോവേര ജെല്ലും യൂസ് ചെയ്യാം. പിന്നെ ഈ ഡ്രൈ ആയിട്ട് നിൽക്കുന്ന ഭാഗമൊക്കെ നമുക്കൊന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ ഷുഗർ എടുത്തിട്ട് നമ്മുടെ ലിപ്പിന് ചുറ്റും ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. പക്ഷെ അത് ചെറുതായിട്ടേ ചെയ്യാവുള്ളൂ. നല്ലപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ബ്ലഡ് ഒക്കെ വരും. പിന്നെ അതുപോലെ നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പ് ലിപ് ബാം യൂസ് ചെയ്യണം. ഡെയിലി നമ്മൾ ലിപ് ബാം മാത്രം യൂസ് ചെയ്യുന്നതും നല്ലതാണ്. മെജോറിറ്റി ആൾക്കാരും വിന്റർ സീസണിൽ ഫേസ് ചെയ്യുന്ന വേറൊരു പ്രോബ്ലമാണ് കാൽപാദം വിണ്ട് കീറൽ. അങ്ങനെയുള്ളതും നമുക്കൊരു പരിധി വരെ നമ്മളൊന്ന് കെയർ ചെയ്താൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതിന് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നമ്മുടെ കാൽപാദം കുറച്ച് നേരം ഒന്ന് മുക്കി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഒലീവ് ഓയിലും നാരങ്ങാനീരും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ കാൽപാദത്തിന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ വേറൊന്നുള്ളത് നമ്മുടെ കടുകെണ്ണ എന്ന് പറയും. അത് നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ചിട്ട് നമ്മുടെ കാൽപാദത്തിൽ കിടക്കുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്ത് കൊടുത്ത് സോക്സ് ഇട്ടിട്ട് കിടക്കുക. പിന്നെ മെയിനായിട്ട് ഇതുപോലെ കാൽപാദം വിണ്ട് കീറുക, ഇങ്ങനെ വിൻ്റർ സീസണിൽ അലർജിയുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വീടുകളിൽ സോക്സ് ഉപയോഗിക്കാൻ ശ്രമിക്കണം. ഇനി വിൻ്റർ സീസണിൽ സ്കിന്നിൻ്റെ ഡ്രൈനെസ് മാറാൻ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. അതിൽ നേന്ത്രപ്പഴം എടുക്കുക. നേന്ത്രപ്പഴം എടുത്തിട്ട് പാൽപ്പാടായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് നമ്മുടെ ഫേസിലോ നമ്മുടെ ബോഡിയിലോ കയ്യിലോ എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 20 മിനിറ്റ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഇത് സ്കിന്നിൻ്റെ ഡ്രൈനെസ് മാറാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെന്താണ്, 1 സ്പൂൺ തേനും 1 സ്പൂൺ റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് വാഷ് ചെയ്ത് കളയും. ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് മാറാൻ ഹെൽപ്പ് ചെയ്യും. ഇനി വേറെ ഒന്നാണ് മുട്ടയുടെ വെള്ളയും ഒലിവ് ഓയിലും. അത് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. അതൊരു 10 മിനിറ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് വെക്കണം. എന്നിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. അത് ചെറിയ ചൂടുവെള്ളത്തിൽ വേണം നമ്മൾ ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കളയാൻ. ഈ വിന്റർ സീസണിൽ നമ്മുടെ സ്കിന്ന് കെയർ ചെയ്യും പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഹെയർ കെയർ ചെയ്യുന്നതും. കാരണം ഒരുപാട് ഹെയർ പ്രോബ്ലംസ് ഈ ഒരു സീസണിൽ നമുക്കുണ്ടാകും. ഡാൻഡ്രഫ്, പിന്നെ മുടി കൊഴിച്ചിൽ, അതുപോലെ ഹെയർ സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഹോട്ട് ഓയിൽ മസാജാണ്. നമ്മൾ ട്വൈസ് ഇൻ എ വീക്ക് നമ്മൾ ഹെയറിൽ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ ഈ ഒരു വിന്റർ സീസണിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ ഹെയറിന് വേണ്ടി ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഷാമ്പു, അത് കുറച്ചും കൂടി ഒരു മൈൽഡ് ഷാമ്പു ആ ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാം. പരമാവധി ഷാമ്പുവിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതും നല്ലതാണ്. ഇനി മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യം, വിൻ്റർ സീസൺ ആണെന്ന് കരുതി SPF ഉപയോഗിക്കുന്നത് ഒഴിവാക്കരുത്. വിൻ്റർ സീസൺ ആണെങ്കിലും പിന്നെ അതുപോലെ മൺസൂൺ സീസൺ ആണെങ്കിലും നമ്മൾ SPF എന്തായാലും അപ്ലൈ ചെയ്തിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് വിൻ്റർ സീസണിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഈസ് അഖില മാർട്ടിൻ സൈനിങ് ഓഫ്.